സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. ഇന്ന് 8 ജില്ലകളിൽ ആണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ആണ് മുന്നറിയിപ്പ്. ഒപ്പം പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും ഉണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐഷുത്തുൽ ഷംന ആണ് ചേരുന്നത്. ഷംന, ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് അടക്കം മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോഴും ഈ മഴ മുന്നറിയിപ്പ് തുടരുകയാണോ? തീർച്ചയായും അഭിലാഷ്, ഇന്ന് 8 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഒപ്പം 4 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഒപ്പം പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ശക്തമായ മഴയുണ്ടാകും. ഈ വർഷം കാലവർഷം ശക്തി പ്രാപിക്കും എന്നൊക്കെ നേരത്തെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മഴ ശമിച്ചിരുന്നു, മഴയുടെ ശക്തി കുറഞ്ഞിരുന്നു. എന്നാൽ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ ശക്തി പ്രാപിക്കുകയാണ്. നാളെ അതിതീവ്ര മഴ മുന്നറിയിപ്പാണുള്ളത്. 3 ജില്ലകളിൽ നാളെ റെഡ് അലേർട്ട് ഉണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ അടക്കം നാളെ റെഡ് അലേർട്ടാണ്. ഒപ്പം ഓറഞ്ച് അലേർട്ടുകളും യെല്ലോ അലേർട്ടുകളും നാളെ എല്ലാ ജില്ലകളിലും നിലനിൽക്കും. ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ഒക്കെ നാളെ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. എന്തായാലും വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ജൂൺ 25 വരെ ശക്തമായ മഴയായിരിക്കും. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ തുടരുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. മഴയ്ക്ക് പലയിടങ്ങളിലും ശമനമുണ്ടെങ്കിലും ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ഡാനി കൊച്ചിയിൽ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെയും മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷേ എറണാകുളത്തെ KSRTC ബസ് സ്റ്റാൻഡ് വെള്ളക്കെട്ടിൽ ആകുന്ന, ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് അവിടെ മന്ത്രി ഗണേഷ് കുമാറും സംഘവും ഇന്ന് പരിശോധന നടത്താനുമൊക്കെ എത്തുന്നത്. അങ്ങനെ വെള്ളക്കെട്ടുകൾ ഉൾപ്പെടെ വളരെ വേഗത്തിൽ രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്.